ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയ പാരായണം 46-ാം ദശകം വിശ്വരൂപ ദർശനം ശ്രീകൃഷ്ണ ലീലകളിൽ ഉള്ളതാണ്. അതായത് യശോദ കണ്ണൻ്റെ വായിൽ പ്രപഞ്ചത്തെ മുഴുവൻ കാണുന്ന ആ ഒരു ലീലയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാധാരണ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് പഴങ്ങളൊക്കെ തട്ടിപ്പറിച്ച് കണ്ണൻ കഴിക്കാറ് പതിവുണ്ട്. അപ്പോൾ അവർ പോയിട്ട് യശോദയമ്മയുടെ അടുത്ത് പറഞ്ഞു, കണ്ണൻ മണ്ണ് വാരി തിന്നു. അപ്പോൾ മണ്ണ് സാധാരണ അങ്ങനെ വാരി തിന്നില്ല, എങ്കിലും അങ്ങനെ പറഞ്ഞു. അപ്പോൾ യശോദ ഓടി വന്ന് കണ്ണൻ്റെ അടുത്ത് ചോദിച്ചു, നീ മണ്ണ് വാരി തിന്നു? അപ്പോൾ പറഞ്ഞു, ഇല്ലല്ലോ ഞാൻ തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തു. അപ്പം നീ വായ കാണിക്കുകയെന്ന് പറഞ്ഞിട്ട് വായ തുറന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ താമരപ്പൂ പോലുള്ള ആ വായിൽ യശോദ കണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ കണ്ടു. ഗോളങ്ങളും ഭൂമിയും ആകാശവും അസുരന്മാരും ദേവന്മാരും ഇതൊക്കെ കണ്ടു. അതുകൂടാതെ പ്രപഞ്ചം വികസിക്കുന്നത് കണ്ടു. പിന്നെ അതിൽ വൈകുണ്ഠം കണ്ടു. വൈകുണ്ഠവാസിയായ അനന്തൻ്റെ മേൽ ശയിക്കുന്ന വിഷ്ണു ഭഗവാനെ കണ്ടു. പിന്നെ അതുകൂടാതെ ദേവന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ കാണുന്നതിൻ്റെ കൂടെയാണ് ആ പ്രപഞ്ചം വികസിച്ച് വരുന്നതും. അതിൻ്റെ അകത്ത് കണ്ണൻ്റെ വായിൽ നോക്കിയിരിക്കുന്ന യശോദ അമ്മയെയും അതിനകത്ത് കണ്ടു. അപ്പോൾ ആണ് യശോദയ്ക്ക് വളരെയധികം ആശ്ചര്യം തോന്നുകയും പിന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന അനന്തശക്തിയെക്കുറിച്ചുള്ളൊരു ബോധം കണ്ണൻ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. പിന്നെ ഋഷിമാർക്ക് പോലും കാണാനും അനുഭവിക്കാനും അറിയാത്ത ആ ഒരു പ്രപഞ്ച സത്യം, അനന്തശക്തി, അനന്തബോധം, ഭഗവാൻ എന്ന അനന്തബോധത്തെ യശോദയ്ക്ക് കണ്ണൻ വെളിവാക്കി കൊടുക്കുക, കണ്ണൻ കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃഷ്ണൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ ഇതിൻ്റെ ഇവിടുത്തെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ എന്ന അനന്തബോധത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതെന്നാണ് ഇവിടുത്തെ ഒരു തത്വം. അങ്ങനെ വായിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വതി നമ. ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാചാലൈശമനിശം ഹൃദി ഭാവയാമി. മുഖം കരോതി വാചാലം പങ്കും ലങ്കയേതേ ഗിരം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. 46-ാം ദശകം നാരായണീയ പാരായണം വിശ്വരൂപ ദർശനം ചൊല്ലാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഐ ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമജഷ്ട വല്ലവീ പുനരപ്യത ബാലകൈ സമം ത്വയി ലീലാ അനിരതേ ജഗത്പദേ ഫലസഞ്ചയ വഞ്ചനകൃതാ തവ മൃദ്ഭോജനമൂജുരർഭഗാഃ. ഐതേ പ്രളയാവധോ വിഭോ ക്ഷിതിതോ യാധി സമസ്തഭക്ഷിണഃ മൃദുപാ അശനധോ രുജാ ഭവേത് ഇതി ഭീതാ ജനനീ ചുകോപസാ. ഐ ദുർവിനായക ആത്മക ത്വയാ കിമു മൃത്സാ ഭദവത്സഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദദാം താം പ്രതി ജജ്ഞിഷേ ഹസൻ. ഐതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേദ്വദനം വിദാര്യതാം ഇതി മാതൃവിഭർസിതോ മുഖം വികസത്പത്മനിഭം വ്യധാരയഃ. അഭിമുർലവ ദർശനോത്സുകാം ജനനീം താം ബഹുതർപ്പയന്നിവ പൃഥ്വീം നിഖിലാം ന കേവലം ഭുവന അഖില അന്യദീദൃശഃ. കുഹചിത് വധനം കുഹചിത് വനം അംബുദി ക്വചിത് അഭ്രം കുഹചിത് രസാതലം മനുജാധനുജ ക്വചിത് സുരാ ദദൃശേ കിം ന തഥാ ത്വത് ആനനേ.
കലാംശബുധിശായിനം പുനഃ പരവൈകുണ്ഠ പദാദിവാസിനം സുപുരശ്ച നിജ അർഭകാത്മകം കഥിതാത്വാം ന ദദർശ സാമുഖേ വികസദ്ഭുവനേ മുഖോദരേ നനു ഭൂയോപി തഥാവിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാൻ അനവസ്ഥാം ജഗതാം ബദാതനോദ് ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംഭ ദിശേതി ഉപാസജൻ ഭഗവൻ അദ്ഭുത ബാല പാഹി മാം. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഈ 46-ാം ദശകം സ്വരൂപദർശനം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം തുദംഗീഷ്വതിസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരികിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണാകാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രദിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതികനിഗദിതം വിശ്വനാഥക്ഷമേധാ ശ്രോത്രം ചേതസഹസ്രോത്തരമതീതരം ത്വത്പ്രസാദായ ഭൂയാത് വേദനാരായണീയം ശ്രുതിശൂജജനശാസ്തുത്യതാവർണ്ണനേന സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം തത്സത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.